ആലപ്പുഴ എടത്തുവയിൽ വിസ തട്ടിപ്പിനിരയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നാട്ടുകാർ. തലവടി മാളിയേക്കൽ സ്വദേശി സൗമ്യയാണ് കഴിഞ്ഞ ശനിയാഴ്ച തൂങ്ങി മരിച്ചത്. വിദേശത്ത് പോകാനായി വിസയ്ക്കും ടിക്കറ്റിനുമായി പാല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏജൻസിക്ക് സൗമ്യ പണം നൽകിയിരുന്നു. യാത്രയ്ക്കുള്ള അവസാന ഒരുക്കങ്ങൾക്കിടെയാണ് വിസ തട്ടിപ്പിനിരയായതായി സൗമ്യ അറിഞ്ഞത്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന ശരണ്യ നാട്ടിലെത്തിയ ശേഷം പുതിയ വിസയിൽ വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇതിനായി പാല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് വിസയ്ക്കും വിമാന ടിക്കറ്റിനുമായി പണം നൽകി. തലവടിയിലെ പലരുടെ കയ്യിൽ നിന്നും പാല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏജൻസി നടത്തുന്ന വ്യക്തി വിസയ്ക്ക് പണം വാങ്ങിയതായും സൂചനയുണ്ട്. ഏജൻസിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ആ വിദേശത്ത് കൊണ്ടുപോകാനുള്ള ടിക്കറ്റും അതിന് വേണ്ടുന്ന വിസയും കൃത്യമായി നൽകാത്തതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നത്. പാലാ കേന്ദ്രീകരിച്ചുള്ള ഒരു ഏജൻസിയാണ് ഇതിന് പിന്നിലെന്നും നിരവധി പേരെയാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാക്കിയിരിക്കുന്നത്. വിശദമായ ഒരു അന്വേഷണം നടത്തി ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും അതുപോലെ തന്നെ ശരണ്യയുടെ കുടുംബത്തിന് നീതി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വിദേശത്തേക്ക് പോകാനുള്ള വസ്ത്രങ്ങൾ വരെ പാക്ക് ചെയ്ത ശേഷമാണ് വിസ തട്ടിപ്പിനിരയായതായി ശരണ്യ അറിയുന്നത്. ഇതിൽ മനംനൊന്ത് വീട്ടിലെ കിടപ്പുമുറിയിൽ ശരണ്യ തൂങ്ങി മരിക്കുകയായിരുന്നു. ഭാര്യയുടെ വിയോഗം താങ്ങാനാവാതെ ഭർത്താവ് ആത്മഹത്യാശ്രമം നടത്തിയെങ്കിലും പോലീസിന്റെ സമയോചിതമായ ഇടപെടലിൽ രക്ഷപ്പെട്ടു. ജനം, ആലപ്പുഴ.